മുടികൊഴിച്ചിലിന്റെ യഥാർത്ഥ കാരണം മുടി നശിപ്പിക്കുന്ന 7 നിശബ്ദ കൊലയാളികൾ. നിങ്ങളുടെ മുടി കൊഴിയുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലേ? തലയണയിൽ കാണുന്നു. മുടിയിഴകളിലൂടെ കൈ ഓടിക്കുമ്പോൾ വിരലുകളിൽ കൊടുങ്ങുന്ന മുടി കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പാനിക് വരും. കാരണം മുടി വെറുമൊരു ഹെയർ മാത്രമല്ല, അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്, നിങ്ങളുടെ യങ് ലുക്കാണ്. ഇതൊന്നും സാരമില്ല എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്നുണ്ടാവാം. പക്ഷേ അത് കുറയുന്നില്ല. അത് പതിയെ ആരുമറിയാതെ വഷളാവുകയാണ്. ഒടുവിൽ ഒരു ദിവസം കണ്ണാടിയിലെ പ്രതിബിംബം നിങ്ങളെപ്പോലെ അല്ലാതാകുന്നു. നമുക്ക് അഭിനയം നിർത്താം, സത്യം അംഗീകരിക്കാം. നിങ്ങൾ എല്ലാ ദിവസവും അറിയാതെ ചെയ്യുന്ന ചില ശീലങ്ങൾ കാരണമാണ് നിങ്ങളുടെ മുടി കൊഴിഞ്ഞു പോകുന്നത്. ഇത് ജനറ്റിക്സ് കൊണ്ടോ ബാഡ് ലക്ക് കൊണ്ടോ മാത്രം സംഭവിക്കുന്നതല്ല. നിങ്ങളുടെ ദൈനംദിന ജീവിത രീതി, നിങ്ങളുടെ ചെറിയ തെരഞ്ഞെടുപ്പുകൾ നിങ്ങളുടെ വേരുകളെ ദുർബലമാക്കുന്നു, വളർച്ച തുടങ്ങുന്നതിന് മുൻപേ അതിനെ കൊല്ലുന്നു. ഇനി നമുക്ക് ഫേക്ക് അഡ്വൈസുകളും അത്ഭുത ഷാമ്പുകളും എല്ലാം ഒഴിവാക്കാം. നിങ്ങളുടെ മുടി നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ശീലങ്ങളും അത് മാറ്റാനുള്ള കൃത്യമായ വഴികളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇവിടെ പറയാം. ഈ വീഡിയോ നിങ്ങളുടെ മുടിയെ മാറ്റിയെഴുതുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഗൈഡായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ മുടി പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് സെൽഫ് ഇംപ്രൂവ്മെന്റ് അഥവാ സ്വയം മെച്ചപ്പെടുത്താനുള്ള അറിവ്. പക്ഷേ തിരക്കിട്ട ജീവിതത്തിൽ വലിയ പുസ്തകങ്ങൾ വായിക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല. അവിടെയാണ് ധ്വനി ആപ്പ് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാകുന്നത്. ഇതൊരു മലയാളം ഓഡിയോ ബുക്ക് സമ്മറി ആപ്ലിക്കേഷനാണ്. കരിയറിൽ വളർച്ച നേടാനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും കൂടുതൽ എനർജി നേടാനും സഹായിക്കുന്ന ലോകോത്തര സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളുടെ പൂർണ്ണമായ സമ്മറികൾ മലയാളത്തിൽ ഇവിടെ കേൾക്കാം. അതായത് പുസ്തകം വായിക്കുന്നതിന്റെ ആയാസം പൂർണ്ണമായും ധ്വനി ഒഴിവാക്കി തരും. ഡെയിൽ കാർണഗി, സ്റ്റീഫൻ കോവി തുടങ്ങിയ ലോകത്തെ സ്വാധീനിച്ചവരുടെ ആശയങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭാഷയായ മലയാളത്തിൽ എവിടെയിരുന്നും കേൾക്കാനുള്ള അവസരം ധ്വനി ഒരുക്കുന്നു. നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനും ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും വിജയവും നേടാനും ഈ ഓഡിയോ സമ്മറികൾ, കഥകൾ, സൈക്കോതെറാപ്പി സെഷനുകൾ എന്നിവ നിങ്ങളെ സഹായിക്കും. ഇപ്പോൾ തന്നെ ധ്വനി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കേട്ടു തുടങ്ങുക. നിങ്ങൾ ഉറങ്ങുന്നത് തെറ്റായ രീതിയിലാണ്. യു സ്ലീപ് റോങ്. നിങ്ങൾ ചിന്തിക്കുന്നില്ലെങ്കിൽ പോലും ഉറങ്ങുമ്പോഴാണ് നിങ്ങളുടെ മുടിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. മുടി നനഞ്ഞിരിക്കുമ്പോൾ അത് ദുർബലമാണ്. ഓരോ മുടിയിഴകളെയും സംരക്ഷിക്കുന്ന ക്യൂട്ടിക്കിൾ എന്ന പാളി മൃദുവായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ തലയിണയിൽ തല ചലിപ്പിക്കുമ്പോൾ ആ ഫ്രിക്ഷൻ കാരണം മുടി വേരുകളിൽ നിന്ന് പൊട്ടിപ്പോകുന്നു. സ്വാഭാവികമായി കൊഴിഞ്ഞുപോയതാണെന്ന് നിങ്ങൾ കരുതും. പക്ഷേ നിങ്ങൾ തന്നെയാണ് അതിനെ നശിപ്പിച്ചത്. പരിഹാരം: നിങ്ങൾ രാത്രി കുളിക്കുന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുൻപ് മുടി 80% ഉണക്കുക. ഹെയർ ഡ്രയർ ഉപയോഗിക്കുമ്പോൾ കൂൾ സെറ്റിംഗ് മാത്രം ഉപയോഗിക്കുക. ചൂടുമുടിയെ പൊള്ളിച്ചു കളയും. രണ്ടാമത്തെ നിശബ്ദ കൊലയാളി: കോട്ടൺ തലയണ കവറുകൾ. കോട്ടൺ നിങ്ങളുടെ തലയോട്ടിയിലെ നാച്ചുറൽ ഓയിൽസ് വലിച്ചെടുക്കും. മുടിയെ സംരക്ഷിക്കുന്ന ആ എണ്ണകൾ പോയാൽ ഫ്രിസും ഡ്രൈനസും ഉണ്ടാകുന്നു. പരിഹാരം: ഉടൻ തന്നെ ഒരു സിൽക്ക് അല്ലെങ്കിൽ സാറ്റിൻ പില്ലോ കവർ ഉപയോഗിക്കുക. ഇത് മിനുസമാർന്നതാണ്, ഫ്രിക്ഷൻ കുറയ്ക്കും. നിങ്ങളുടെ മുടിക്ക് അതിന്റെ സ്വാഭാവിക മോയ്സ്ചർ നിലനിർത്താൻ സാധിക്കും. ഒരാഴ്ച ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. മുടി മൃദുവായെന്നും കൊഴിച്ചിൽ കുറഞ്ഞതും നിങ്ങൾക്ക് മനസ്സിലാകും. 2. നിങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റായ ഷാംപൂ ആണ്. ദ റോങ് ഷാംപൂ ട്രാപ്പ്. ഷാംപൂ എന്നാൽ വൃത്തിയാക്കൽ എന്നാണ് മിക്കവരും കരുതുന്നത്. തെറ്റാണ്. ഭൂരിഭാഗം ഷാംപൂകളും കേടുപാടുകൾ വരുത്തുന്നവയാണ്. ഷാംപൂവിന്റെ പുറകുവശം നോക്കുക. അതിൽ സൾഫേറ്റ്, SLS അല്ലെങ്കിൽ പാരബെൻ പോലുള്ള വാക്കുകളുണ്ടെങ്കിൽ അതിനെ ഹെയർ കില്ലർ എന്ന് വിളിക്കാം. സൾഫേറ്റുകൾ നിങ്ങളുടെ തലയോട്ടിയിലെ എണ്ണയെ ഊറ്റിക്കളയും. മുടിയെ ജീവനോടെ നിലനിർത്തുന്ന ഒന്നാണത്. തലയോട്ടി വരണ്ടുപോകുന്നു, മുടി പൊട്ടിപ്പോകുന്നു. പരിഹാരം: നിങ്ങൾക്ക് വില കൂടിയ ബ്രാൻഡുകൾ ആവശ്യമില്ല. സൾഫേറ്റ് ഫ്രീ ആയ മൃദുവായ ഒരു ഷാംപൂവും ലൈറ്റ് കണ്ടീഷണറും മതി. മുടി കഴുകുന്ന രീതി: ഷാംപൂ ഉപയോഗിച്ച് നിങ്ങളുടെ സ്കാൽപ്പ് അഥവാ തലയോട്ടി മാത്രം കഴുകുക. നിങ്ങളുടെ മുടിയുടെ അറ്റങ്ങൾ പെട്ടെന്ന് അഴുക്കാകില്ല. എണ്ണ അടിഞ്ഞുകൂടുന്നിടത്ത് മാത്രം ശ്രദ്ധിക്കുക. ഷാംപൂ ചെയ്ത ശേഷം മുടിയുടെ താഴെ ഭാഗത്ത് മാത്രം കണ്ടീഷണർ ഉപയോഗിക്കുക. അവിടെയാണ് മുടി വരണ്ടുപോകാൻ തുടങ്ങുന്നത്. 3. ടവൽ ഉപയോഗിച്ച് അക്രമാസക്തമായ ഉണക്കൽ. ടവൽ ഡ്രൈയിങ് ലൈക്ക് എ മാനിയാക്ക്. കുളിച്ചിറങ്ങിയാൽ നിങ്ങൾ ടവൽ എടുത്ത് തലയിൽ ശക്തിയായി തിരുമാറുണ്ടോ? വേഗത്തിൽ മുടി ഉണക്കാനായി നിങ്ങൾ ചെയ്യുന്നത് മുടിയെ വലിച്ചു പറിക്കുകയാണ്. മുടി നനഞ്ഞിരിക്കുമ്പോൾ അത് വളരെ ഫ്രാജൈലാണ്, ഒരു നൂലിനേക്കാൾ ദുർബലം. ടവൽ ഉപയോഗിച്ചുള്ള ശക്തമായ തിരുമൽ കാരണം മുടിക്ക് മൈക്രോ ബ്രേക്സ് ഉണ്ടാകുന്നു.
വേരുകൾ ബലപ്പെടുന്നതിന് മുൻപേ പുറത്തു വരുന്നു. നിങ്ങളിത് ശ്രദ്ധിക്കില്ല, പക്ഷേ ദിവസവും ഇത് ചെയ്താൽ 6 മാസം കൊണ്ട് മുടിയുടെ ഡെൻസിറ്റി കുറയും. പരിഹാരം: തിരുമരുത്, മെല്ലെ ഒപ്പിയെടുക്കുക, പാഡ് ഡ്രൈ. ഒരു മൈക്രോഫൈബർ ടവലോ അല്ലെങ്കിൽ പഴയ മൃദുവായ ടീഷർട്ടോ ഉപയോഗിക്കുക. മെല്ലെ അമർത്തിപ്പിടിക്കുക. തുണി വെള്ളം വലിച്ചെടുക്കട്ടെ. ഇതിന് 1 മിനിറ്റ് കൂടുതൽ എടുക്കുമെങ്കിലും കാലക്രമേണ ആയിരക്കണക്കിന് മുടിയിഴകളെ ഇത് രക്ഷിക്കും. ചൂടുള്ള ഹെയർ ഡ്രയർ സ്ഥിരമായി ഉപയോഗിക്കുന്നത് നിർത്തുക. ഉപയോഗിക്കണമെങ്കിൽ കൂൾ ഹെയർ മാത്രം ഉപയോഗിക്കുക. തലയോട്ടിയിൽ നിന്ന് 8 ഇഞ്ച് അകലം പാലിക്കുക. 4. എണ്ണയിടൽ രീതി തെറ്റാണ്. യു ആർ ഓയിലിംഗ് റോങ്. എണ്ണ മുടിക്ക് ഒരു ഫുഡ് പോലെയാണ്. പക്ഷെ മിക്ക ആളുകളും ഒന്നുകിൽ മുടിയിൽ എണ്ണ മുക്കിക്കളയും, അല്ലെങ്കിൽ തീരെ ഉപയോഗിക്കാതിരിക്കും. രണ്ടും തെറ്റാണ്. സത്യം: ലെസ് ഈസ് മോർ. പരമാവധി 4-5 തുള്ളി നാച്ചുറൽ ഓയിൽ മാത്രം ഉപയോഗിക്കുക. കുളിക്കുന്നതിന് 5 മിനിറ്റ് മുൻപ് മെല്ലെ മസാജ് ചെയ്യുക. രാത്രി മുഴുവൻ വയ്ക്കരുത്. രാത്രി മുഴുവൻ എണ്ണ വയ്ക്കുമ്പോൾ സംഭവിക്കുന്നത് അത് ഫോളിക്കിൾസ് അടച്ചു കളയുന്നു, ചൂടും പൊടിയും കെട്ടിനിൽക്കുന്നു, ചൊറിച്ചിൽ വരുന്നു, വീക്കമുണ്ടാകുന്നു, ഒടുവിൽ മുടി കൊഴിച്ചിൽ. ഏതെണ്ണ ഉപയോഗിക്കണം? ദ ഓയിൽ റാങ്കിംഗ്. എണ്ണ ഉപയോഗം: വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ, മികച്ച ഹൈഡ്രേഷനും തിളക്കത്തിനും. ആവണക്കെണ്ണ, കാസ്റ്റർ ഓയിൽ, തിക്നെസ്സിന് സഹായിക്കുന്നു. റോസ്മേരി ഓയിൽ, വളർച്ചയുടെ രാജാവ്. പഠനങ്ങളിൽ മിനോക്സിഡിലിനെ പോലെ തന്നെ ഫലപ്രദമെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണയിൽ 2 തുള്ളി റോസ്മേരി ഓയിൽ ചേർക്കുക. ഷാംപൂ ചെയ്യുന്നതിന് 5 മുതൽ 10 മിനിറ്റ് മുൻപ് മസാജ് ചെയ്യുക. ഇത് ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കും, അടഞ്ഞ വേരുകളെ തുറക്കും. ആഴ്ചയിൽ 2 തവണ മാത്രം ഇത് ചെയ്യുക. ഡിന്നർ: നിങ്ങൾ മുടിയെ പട്ടിണിക്കിടുകയാണ്. യു ആർ സ്റ്റാർവിംഗ് യുവർ ഹെയർ. ആരും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമുണ്ട്: നിങ്ങളുടെ ഡയറ്റ് മോശമാണ്. അതിന്റെ വില കൊടുക്കുന്നത് നിങ്ങളുടെ മുടിയാണ്. മുടി നിർമ്മിക്കപ്പെടുന്നത് പ്രോട്ടീൻ, ഫാറ്റ്സ്, മിനറൽസ് എന്നിവയിൽ നിന്നാണ്. പോഷകാഹാരം കുറവാണെങ്കിൽ മുടി വളരുന്നതിന് മുൻപേ നശിച്ചു പോകും. മുടി 90% പ്രോട്ടീനാണ്, കെരറ്റിൻ. ഇതിന് നിങ്ങൾ ഭക്ഷണം നൽകണം. പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ: മുട്ട എല്ലാ ദിവസവും കഴിക്കുക. ഇതിൽ ബയോട്ടിൻ, സിങ്ക്, പ്രോട്ടീൻ എന്നിവയുണ്ട്. മാംസം, മത്സ്യം എന്നിവ ആഴ്ചയിൽ 2-3 തവണ കഴിക്കുക. സസ്യാഹാരിയാണെങ്കിൽ ലെന്റിൽസ്, ചിക്പീസ് പോലുള്ളവ ഉപയോഗിക്കുക. നട്ട്സും സീഡ്സും: ബദാം, വാൽനട്ട്, ഫ്ലാൻസീഡ് എന്നിവ ദിവസവും കഴിക്കുക. വെള്ളം: ദിവസവും 7-8 ഗ്ലാസ് വെള്ളം കുടിക്കുക. നിർജ്ജലീകരണം സംഭവിച്ച തലയോട്ടി എന്നാൽ വരണ്ട മുടി. 6. സ്ട്രെസ് ദ കോർട്ടിസോൾ കില്ലർ. നിങ്ങൾ മികച്ച എണ്ണ ഉപയോഗിച്ചാലും നല്ല ഭക്ഷണം കഴിച്ചാലും സ്ട്രെസ് ഉണ്ടെങ്കിൽ മുടി കൊഴിഞ്ഞു പോകും. കാരണം നിങ്ങൾ സ്ട്രെസ് എടുക്കുമ്പോൾ ശരീരം കോർട്ടിസോൾ എന്ന ഹോർമോൺ പുറത്തുവിടുന്നു. കോർട്ടിസോൾ തലയോട്ടിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയ്ക്കുന്നു. മുടിയിഴകൾ സർവൈവൽ മൂഡിലേക്ക് പോകുന്നു. പുതിയ മുടി ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തുന്നു. ഒരു പരീക്ഷയ്ക്ക് ശേഷമോ പ്രണയം തകരുമ്പോഴോ ജോലി ഭാരത്തിലും മുടി കൂടുതലായി കൊഴിയുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അതാണ് കോർട്ടിസോൾ ഉണ്ടാക്കുന്ന നാശം. പരിഹാരം: സ്ട്രെസ് പൂർണ്ണമായി മാറ്റാൻ കഴിയില്ല, പക്ഷെ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം നിയന്ത്രിക്കാനാവും. ദിവസവും കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ശാന്തമായി ഇരിക്കുക. നടക്കുക, ആഴത്തിൽ ശ്വാസമെടുക്കുക, അല്ലെങ്കിൽ ജേണൽ എഴുതുക. മനസ്സിനെ കാമാക്കുന്ന എന്തും ചെയ്യുക. 7. ഉറക്കത്തെ അവഗണിക്കുന്നത്. നിങ്ങൾ ഉറങ്ങുമ്പോഴാണ് നിങ്ങളുടെ ശരീരം സ്വയം റിപ്പയർ ചെയ്യുന്നത്. നിങ്ങളുടെ തലയോട്ടിയും അതുപോലെയാണ്. രാത്രി 2 മണിവരെ ഫോൺ നോക്കി രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്നത് സെൽഫ് സാബോട്ടാജ് ആണ്. ഉറങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഹെയർ സെൽസ് വീണ്ടെടുക്കപ്പെടുന്നത്, ഹോർമോണുകൾ സമനിലയിലാകുന്നത്. ഉറക്കം കുറഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോണും ഗ്രോത്ത് ഹോർമോണും കുറയും, മുടി മെലിയും. പരിഹാരം: എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാൻ പോവുക. 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുക. ഡാർക്കും കൂളുമായ റൂം വേണം. തലയിണയ്ക്കടുത്ത് ഫോൺ വയ്ക്കരുത്. കിടക്കേണ്ട രീതി: മലർന്നു കിടക്കുക. കമിഴ്ന്നു കിടക്കുമ്പോൾ ദ്രവികൾ മുഖത്തും തലയോട്ടിയിലും കെട്ടിനിൽക്കാൻ സാധ്യതയുണ്ട്. ശരിയായ ഉറക്കം ബ്ലഡ് ഫ്ലോ നിലനിർത്തും. അത് മികച്ച മുടി വളർച്ചയ്ക്ക് കാരണമാകും. അടുത്ത പടി നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ മുടി കുഴിയുന്നതിന്റെ പ്രധാന കാരണങ്ങൾ നിങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. ഈ മാറ്റങ്ങൾ വരുത്തി നിങ്ങളുടെ മുടിയെയും കോൺഫിഡൻസിനെയും തിരികെ പിടിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ വീഡിയോയിലെ ഏതെങ്കിലും ഒരു ശീലം നിങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞോ? നിങ്ങളുടെ ഫേവറേറ്റ് ടിപ്പ് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള സെൽഫ് ഇംപ്രൂവ്മെന്റ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടൻ വരാം.